നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ ഈ കാണുന്ന നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഡബിൾ സ്റ്റോറി ബിൽഡിംഗ് ആണ് നമുക്കിന്ന് സെയിലിന് വന്നിട്ടുള്ളത്. ഇത് നമുക്ക് നല്ല ഒരു എക്സ്റ്റീരിയറും 3D എലിവേഷനും കാര്യങ്ങളും കൊടുത്ത് നല്ല മനോഹരമാക്കി കംപ്ലീറ്റ് ആയിരിക്കുന്ന ഒരു പ്രോപ്പർട്ടിയാണ്. അപ്പോൾ ഇത് കുറച്ചുകൂടി മനോഹരമാക്കുവാനായിട്ട് സ്പോട്ട് ലൈറ്റും അതുപോലെ തന്നെ പ്രൊഫൈൽ ലൈറ്റ് ചാനലുമാണ് നമുക്ക് ഡെക്കറേഷനായിട്ട് കൊടുത്തിട്ടുള്ളത്. നല്ല അടിപൊളിയായിട്ടുള്ള ഒരു റെസിഡൻഷ്യൽ ഏരിയയിലാണ് നമുക്കൊരു വീട് പണി തീർത്തിട്ടുള്ളത്. നമുക്ക് താഴോട്ടൊക്കെ നോക്കുമ്പോഴത്തേക്കും അല്ലെങ്കിൽ ഈ ഭാഗത്തൊക്കെ നമുക്ക് നോക്കുമ്പോഴത്തേക്കും പണിയൊക്കെ ചെയ്ത് കംപ്ലീറ്റ് ആയി വരുന്ന ഒരുപാട് വില്ലാസും കാര്യങ്ങളൊക്കെ തൊട്ടടുത്തായിട്ട് നമുക്ക് വരുന്നുണ്ട്. അപ്പോൾ അതിൽ കംപ്ലീറ്റ് ആയ ഒരു വീടാണ് നമുക്ക് ഈ കാണുന്നത്. അപ്പോൾ നമുക്ക് ഇത് വരുമ്പോഴത്തേക്കും 3.5 സെൻറ്റ് സ്ഥലത്ത് 1450 സ്ക്വയർ ഫീറ്റിൽ 3 ബെഡ്റൂം വരുന്ന അടിപൊളിയായിട്ടുള്ള ഒരു വീടാണ് നമുക്ക് വരുന്നത്. 3 ബെഡ്റൂം നമുക്ക് ബാത്ത് അറ്റാച്ച് ആയിട്ട് വരുന്ന അടിക്കിടിലം ഒരു വീടാണ് നമുക്ക് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ എക്സ്റ്റീരിയർ ലുക്ക് കാണുന്നത് പോലെ തന്നെ നല്ല മനോഹരമായിട്ടുള്ള എക്സ്റ്റീരിയർ ലുക്ക്. മുകളിൽ നമുക്ക് ടെക്സ്ചർ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്ത് തീർത്ത് നല്ല മനോഹരമാക്കി തീർത്തിട്ടുള്ള ഒരു വർക്ക് ഫ്രണ്ടിൽ നമുക്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇൻറ്റീരിയർ വർക്ക് നല്ല ഗംഭീരമായിട്ടുള്ളൊരു വർക്ക് തന്നെയാണ്. വീഡിയോ മാക്സിമം സ്കിപ്പ് ചെയ്യാതെ തന്നെ മാക്സിമം ഫുള്ള് നമുക്ക് കാണാൻ നോക്കാം. ഫ്രണ്ടിൽ നമുക്ക് ടാറിട്ട ഫ്രണ്ടേജ് നമുക്ക് വരുന്നുണ്ട്. അപ്പോൾ 3.5 സെൻറ്റ് ലാൻഡിൽ 1450 സ്ക്വയർ ഫീറ്റിൽ 3 ബെഡ്റൂം ഉൾപ്പെടെ വരുന്ന ഈ ഒരു വീടിൻ്റെ ഫുൾ വിശേഷങ്ങളോട് നമുക്ക് പോകാം. അന്തിയൂർക്കോണം എന്നുള്ള സ്ഥലത്ത്, തിരുവനന്തപുരം ജില്ലയിൽ നമുക്ക് തച്ചോട്ടാവിന് സമീപം അന്തിയൂർക്കോണം എന്നുള്ള സ്ഥലത്താണ് നമുക്ക് ഈ ഒരു വീട് നമുക്ക് വരുന്നത്. തൊട്ടടുത്തായിട്ടുള്ള നമുക്ക് ജംഗ്ഷൻ വരുന്നത് മലയൻകീഴ് അല്ലെങ്കിൽ തന്നെ ഹോസ്പിറ്റലിൽ നമുക്ക് വരുമ്പോഴത്തേക്കും നമുക്ക് കിള്ളിയിലുള്ള ഹോസ്പിറ്റലും കാര്യങ്ങളൊക്കെ നമുക്ക് തൊട്ടടുത്തായിട്ട് ഇതിൽ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് 2-3 സ്ഥലങ്ങളായിട്ടുള്ള അക്സസും കാര്യങ്ങളും വരുന്ന ഈ പ്രോപ്പർട്ടിയിലോട്ട് എത്താനായിട്ട് നമുക്കുണ്ടാവും. മെയിൻ ബസ് റൂട്ടിൽ നിന്ന് വെറും 300 മീറ്റർ മാത്രം മാറിയിട്ട് മലയൻകീഴ് ജംഗ്ഷനിൽ നിന്നൊരു 3 കിലോമീറ്റർ മാറിയിട്ട് കാട്ടാക്കട ജംഗ്ഷനിൽ നിന്നൊരു 4.5 കിലോമീറ്റർ മാറിയിട്ടാണ് നമുക്ക് ഈ ഒരു പ്രോപ്പർട്ടി നമുക്ക് വരുന്നത്. ട്രിവാൻഡ്രം സെൻട്രലിൽ നിന്ന് 14 കിലോമീറ്ററും ഇന്റർനാഷണൽ എയർപോർട്ടിൽ നിന്ന് ഒരു 18 കിലോമീറ്ററിനകത്ത് ഡിസ്റ്റൻസ് വരുന്ന അടിപൊളി പ്രോപ്പർട്ടി. നമുക്ക് ഫുൾ ഡീറ്റെയിൽസോടെ നമുക്ക് കിടക്കാം. ഈ കാണുന്ന പോലെ തന്നെ വൈഡായിട്ടുള്ള ഒരു എൻട്രൻസ് നമുക്കിവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ എത്ര വലിയ വണ്ടികൾ നമുക്ക് കോമ്പൗണ്ടിനകത്ത് വരുവാനായിട്ടുള്ള സ്പേസും കാര്യങ്ങളും അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഫ്രണ്ടിൽ നമുക്ക് നോക്കുമ്പോഴത്തേക്കും ഈ ഒരു ഭാഗത്ത് ഫുള്ള് നമുക്ക് ഇൻ്റർലോക്കും കാര്യങ്ങളൊക്കെ ചെയ്ത് കംപ്ലീറ്റ് ആക്കി തീർത്തിരിക്കുന്ന ഒരു ഫ്രണ്ടേജാണ് നമുക്ക് വരുന്നത്. അത്യാവശ്യം 2 കാർ വരെ സുഖമായിട്ട് പാർക്ക് ചെയ്യാനുള്ള സ്പേസ് നമുക്ക് ഫ്രണ്ടിൽ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടാതെ തന്നെ ബെല്ലൈക്കണും കൂടെ ഇനേബിൾ ചെയ്യുക. വീട് പർച്ചേസ് ചെയ്യാൻ ആഗ്രഹമുള്ളവർക്ക് ഹോം ലോൺ ഫെസിലിറ്റീസ് എന്തെങ്കിലും ആവശ്യമാണെങ്കിൽ ഞങ്ങൾ തന്നെ കസ്റ്റമേഴ്സിന് അറേഞ്ച് ചെയ്ത് നൽകി കൊടുക്കുന്നതാണ്. ഈ കാണുന്നത് പോലെ തന്നെ സിറ്റ് ഔട്ട് നമുക്ക് വരുന്നത് 10x4 ഡയമെൻഷൻ വരുന്ന അടിപൊളിയായിട്ടുള്ളൊരു സിറ്റ് ഔട്ടാണ്. വീടിൻ്റെ ഫ്രണ്ടേജ് ഒക്കെ നമുക്ക് ചെയ്തിട്ടുള്ളത്. 3 ഭാഗവും നമുക്ക് തടിയുടെ പാനൽ വർക്കാണ് നമുക്ക് ചെയ്ത് തീർത്തിട്ടുള്ളത്. അടിപൊളിയായിട്ടുള്ള ഒരു സിറ്റ് ഔട്ട്, നമുക്ക് ഗംഭീരമായിട്ടുള്ള ഒരു സിറ്റ് ഔട്ട്. ആ പാനൽ വർക്കൊക്കെ വരുമ്പോഴത്തേക്കും നമുക്ക് നല്ലൊരു വിഷ്വലാണ് നമുക്ക് കിട്ടുന്നത്. ഫ്രണ്ട് ഡോർ നമുക്ക് പ്ലാവിൻ തടിയിലാണ് ചെയ്ത് തീർത്തിട്ടുള്ളത്. ഈ പാനൽ വർക്കെല്ലാം നമുക്ക് പ്ലാവിൻ തടിയിലാണ് കംപ്ലീറ്റ് ആക്കി തീർത്തിട്ടുള്ളത്. തൊട്ട് മുകളിൽ നോക്കുമ്പോഴത്തേക്ക് നമുക്ക് സ്പോട്ട് ലൈറ്റും അതുപോലെ തന്നെ സ്ട്രിപ്പ് ലൈറ്റ് നമുക്ക് ഡെക്കറേഷനായിട്ട് ചെയ്തിട്ടുണ്ട്. ഫോൾ സീലിംഗ് വർക്ക് വരെ നമുക്ക് ചെയ്ത് തന്നെയാണ് കംപ്ലീറ്റ് ആക്കി തീർത്തിട്ടുള്ളതും. അത് നമുക്ക് ഇതുപോലെ തന്നെ സ്പോട്ട് ലൈറ്റും അതുപോലെ തന്നെ സ്ട്രിപ്പ് ലൈറ്റും ഡെക്കറേഷനായിട്ട് വന്നിട്ടുണ്ട്. ഫ്ലോറിംഗ് എല്ലാം തന്നെ ഖജീറയുടെ നല്ല ക്വാളിറ്റി ടൈൽസ് യൂസ് ചെയ്ത് തന്നെയാണ് നമുക്ക് വരുന്നത്. 10x4 നമുക്ക് ഈ ഒരു സിറ്റ് ഔട്ടിൻ്റെ ഡയമെൻഷൻ ആദ്യം പറഞ്ഞതുപോലെ. അപ്പോൾ നമുക്ക് നേരെ വീടിൻ്റെ ഇൻറ്റീരിയറിലോട്ട് കിടക്കാം. അപ്പോൾ സിറ്റ് ഔട്ടിൽ നിന്ന് നമുക്ക് നേരെ ഉള്ളിലോട്ട് കിടക്കുമ്പോഴത്തേക്കും ഈ ഒരു ഭാഗത്ത് നല്ല അടിപൊളിയായിട്ടുള്ള വിശാലമായ ഒരു ലിവിങ് ഏരിയ നമുക്കിവിടെ വന്നിട്ടുണ്ട്. 16x12 ഡയമെൻഷൻ വരുന്ന അടിപൊളിയായിട്ടുള്ള ഒരു ലിവിങ് ഏരിയ ആണ് നമുക്കിവിടെ വന്നിട്ടുള്ളത്. അപ്പോൾ അടിപൊളിയായിട്ടുള്ള ഇത്തിരി കംഫർട്ടായിട്ട് വരുന്ന ഒരു ലിവിങ് സ്പേസ് തന്നെയാണ് ഈ ഒരു ഭാഗത്ത് ചെയ്തിട്ടുള്ളത്. ഫ്ലോറിംഗ് എല്ലാം ഖജീറ നല്ല ക്വാളിറ്റി ടൈൽസ് തന്നെയാണ് നമുക്കിവിടെ വന്നിട്ടുള്ളത്. നല്ല അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു TV യൂണിറ്റ് ഏരിയ നമുക്ക് ഈ ഒരു ഭാഗത്ത് വരുന്നുണ്ട്. ബാക്കെല്ലാം നമുക്ക് പാനൽ വർക്കും കാര്യങ്ങളും ചെയ്ത് നമുക്ക് സ്ട്രിപ്പ് ലൈറ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. നല്ല മനോഹരമാക്കി തീർത്തിട്ടുള്ള ഒരു TV യൂണിറ്റ് ഏരിയയാണ് നമുക്ക് ലിവിങ് സ്പേസിൽ വന്നിട്ടുള്ളതും. അടിയിൽ നമുക്ക് സ്റ്റോറേജും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഫോൾ സീലിംഗ് എല്ലാം നമുക്ക് ഈ ഒരു ഭാഗത്ത് ചെയ്ത് കംപ്ലീറ്റ് ആക്കി തീർത്തിട്ടുണ്ട്. നമുക്ക് സ്ട്രിപ്പ് ലൈറ്റും അതുപോലെ തന്നെ സ്പോട്ട് ലൈറ്റും ഡെക്കറേഷനായിട്ട് ചെയ്തേക്കുന്നത്. ചെറിയൊരു പാർട്ടീഷൻ എന്നുള്ള രീതിയിൽ തന്നെയാണ് ഈ ഒരു ബോർഡ് വർക്കും കാര്യങ്ങളൊക്കെ നമുക്ക് എൻട്രൻസിൽ വരുന്നത്. നമുക്ക് നേരെ വീടിൻ്റെ ഡൈനിങ് ഏരിയയിലോട്ട് പോവാം. ഈ കാണുന്നതാണ് വീടിൻ്റെ ഡൈനിങ് ഏരിയ. 16x12 നമുക്ക് ഈ ഒരു ഡൈനിങ് ഏരിയ ഡയമെൻഷൻ വരുന്നത്. അപ്പോൾ നമുക്ക് ഒരു 12 ചെയറും കാര്യങ്ങളൊക്കെ വരുന്ന ഒരു ഡൈനിങ് ടേബിളും ചെയറും നമുക്ക് ഈ ഒരു ഭാഗത്ത് സുഖമായിട്ട് ഓക്കുപ്പൈ ആവും. അപ്പോൾ നമുക്ക് ഇങ്ങനെയാണ് ഡൈനിങ് ഏരിയ ഡയമെൻഷൻ വരുന്നത്. 16x12 ഫ്ലോറിംഗ് എല്ലാം തന്നെ ഖജീറയുടെ നല്ല ക്വാളിറ്റി ടൈൽസ് കണ്ടിന്യൂഷനായിട്ട് വരുന്ന ക്വാളിറ്റി ആയിട്ടുള്ള ടൈൽസും കാര്യം തന്നെയാണ് ഫ്ലോറിങ്ങിനായിട്ട് യൂസ് ചെയ്തിട്ടുള്ളത്. ഡബിൾ ഹൈറ്റിൽ വരുന്ന ഒരു ഏരിയ തന്നെയാണ് ഈ ഒരു ഭാഗത്ത് നമുക്ക് ചെയ്തിട്ടുള്ളത്. മുകളിൽ ഫോൾ സീലിംഗ് വർക്കെല്ലാം ചെയ്തിട്ടുണ്ട്.
തൊട്ട് സൈഡിലായിട്ട് തന്നെ നമുക്ക് വാഷ് കൗണ്ടർ ഏരിയ നമുക്ക് വെച്ചിട്ടുണ്ട്. ക്വാളിറ്റി ഫിറ്റിംഗ്സ് തന്നെയാണ് നമുക്ക് ഒരു വാഷ് കൗണ്ടർ ഏരിയയിൽ ചെയ്തിട്ടുള്ളത്. അട്രാക്റ്റീവായിട്ട് തോന്നുന്ന രീതിയിൽ തന്നെയാണ് വാഷ് കൗണ്ടർ ഏരിയ എല്ലാം നമുക്ക് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. നമുക്ക് നേരെ വീടിൻ്റെ കിച്ചണിലോട്ട് പോവാം. ഈ കാണുന്നതാണ് വീടിൻ്റെ കിച്ചൺ. എൻട്രൻസ് ഒക്കെ നല്ല മനോഹരമാക്കി ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ ഉൾപ്പെടെ നമുക്ക് തൊട്ട് താഴെ നമുക്ക് പ്രൊഫൈൽ ലൈറ്റും കൊടുത്ത് പാനലും കാര്യങ്ങളൊക്കെ കൊടുത്ത് നല്ല മനോഹരമായി തീർത്തിട്ടുള്ള ഒരു എൻട്രൻസ് നമുക്ക് വന്നിട്ടുണ്ട്. പ്രൊഫൈൽ ലൈറ്റ് എല്ലാം കൊടുത്ത് നല്ല അടിപൊളിയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ കാണുന്നതാണ് വീടിൻ്റെ മനോഹരമായ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കിച്ചൺ. 12x10 നമുക്ക് ഈ ഒരു കിച്ചണിൻ്റെ ഡയമെൻഷൻ എന്ന് പറയുമ്പോൾ ഫ്ലോറിംഗ് എല്ലാം തന്നെ മാറ്റ് ഫിനിഷ് വരുന്ന വുഡൻ പാറ്റേൺ ടൈൽസും കാര്യങ്ങളും തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ചിമ്മിനിയും കാര്യങ്ങളൊക്കെ ഓൾറെഡി നമുക്കിവിടെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ തൊട്ട് മുകളിൽ നോക്കുമ്പോഴത്തേക്കും ഫോൾ സീലിംഗ് വർക്കെല്ലാം ചെയ്ത് തന്നെയാണ് കംപ്ലീറ്റ് ആക്കി തീർത്തിട്ടുള്ളത്. കളർ കോമ്പോ കാര്യങ്ങളെല്ലാം നല്ല അടിപൊളിയായിട്ടുള്ള കൊടുത്തിട്ടാണ് നമുക്ക് ഈ ഒരു കിച്ചണിൻ്റെ വർക്കിനകത്ത് വരുന്ന ഇതെല്ലാം കംപ്ലീറ്റ് ആക്കി ചെയ്ത് തീർത്തിട്ടുള്ളത്. മോഡുലർ രീതിയിലുള്ള കിച്ചണും കാര്യങ്ങളൊക്കെ ചെയ്താണ് ഈ ഒരു ഫിനിഷ് ആക്കിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഈ ഒരു വീട്ടിൽ 3 ബെഡ്റൂമാണ് ഉള്ളത്. ഗ്രൗണ്ട് ഫ്ലോറിൽ നമുക്ക് 1 ബെഡ്റൂമും ഫസ്റ്റ് ഫ്ലോർ 2 ബെഡ്റൂമായിട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നേരെ നമുക്ക് വീടിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറിലെത്തി നമുക്ക് നേരെ അപ്പം വീടിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറിലത്തെ ആദ്യത്തെ ബെഡ്റൂമാണ് ഈ കാണുന്നത്. അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ട് തന്നെയാണ് ഈ ഒരു റൂം വന്നിട്ടുള്ളത്. 12x12 ഡയമെൻഷൻ വരുന്ന നല്ല മനോഹരമായിട്ടുള്ള റൂം. ഫോൾ സീലിംഗ് വർക്കും കാര്യങ്ങളെല്ലാം ഇവിടെ ചെയ്തിട്ടുണ്ട്. ഗ്രൗണ്ട് ഫ്ലോറിൽ നമുക്ക് ഈ ഒരു രീതിയിലുള്ള ഫോൾ സീലിംഗ് വർക്കാണ് നമുക്കിവിടെ ചെയ്തേക്കുന്നത്. ഫ്ലോറിങ്ങിനായിട്ട് നമുക്ക് കജേരിയുടെ നല്ല ക്വാളിറ്റി ടൈൽസ് തന്നെയാണ് നമുക്ക് ഡൈനിങ് ഏരിയയിലും അതുപോലെ ലിവിംഗ് ഏരിയയും ചെയ്തിട്ടുള്ള നല്ല ക്വാളിറ്റി ഓഫ് ലിവിംഗ് രീതിയിലുള്ള ടൈൽസും കാര്യം തന്നെയാണ് ഇവിടെയും നമുക്ക് വന്നിട്ടുള്ളത്. 12x12 ഡയമെൻഷൻ വരുന്ന നല്ല മനോഹരമായ ഒരു റൂം ഇവിടെ വന്നിട്ടുണ്ട്. ഒരു വാർഡ്രോബ്സ് ഒക്കെ നമുക്ക് ചെയ്ത് തന്നെയാണ് കംപ്ലീറ്റ് ആക്കി തീർത്തിട്ടുള്ളത്. ബാത്ത് അറ്റാച്ച് തന്നെയാണ് നമുക്ക് ഈ ഒരു ബെഡ്റൂം വന്നിട്ടുള്ളത്. ക്വാളിറ്റി പ്രോഡക്ട്സ് തന്നെയാണ് ബാത്റൂം ഫിറ്റിംഗ്സ് ആയിട്ട് ചെയ്ത് വച്ചിട്ടുള്ളത്. ഫ്ലോറിങ്ങിനായിട്ട് നമുക്ക് ഗ്രിപ്പ് ഉള്ള മാറ്റ് ഫിനിഷ് ആയിട്ട് ടൈൽസും കാര്യങ്ങളൊക്കെയാണ് ചെയ്തിട്ടുള്ളത്. അത്യാവശ്യം ടൈൽസും കാര്യങ്ങളൊക്കെ തൊട്ട് ഒരു 3/4 ഭാഗം വരെ നമുക്ക് ചെയ്ത് കംപ്ലീറ്റ് ആക്കി തീർത്തിട്ടുണ്ട്. ഇത് നമുക്ക് നോക്കുമ്പോഴത്തേക്ക് ഹീറ്റർ പ്രൊവിഷൻസ് ഉൾപ്പെടെ വരുന്ന മനോഹരമായ ഒരു ബാത്റൂം തന്നെയാണ് ചെയ്തിരിക്കുന്നത്. നമുക്കിനി നേരെ വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലൂടെ പോവാം. ഫസ്റ്റ് ഫ്ലോറിലൂടെ പോകുന്നതിന് മുന്നേ ഈ ഒരു ഭാഗത്ത് നമുക്കൊരു ഷോക്കേസ് റാക്കും കാര്യങ്ങളൊക്കെ ചെയ്ത് കംപ്ലീറ്റ് ആക്കി തീർത്തിട്ടുണ്ട്. വുഡൻ പാറ്റേൺ കാര്യങ്ങൾ രീതിയിലാണ് ചെയ്ത് കംപ്ലീറ്റ് ആക്കി തീർത്തിട്ടുള്ളത്. സ്പോട്ട് ലൈറ്റും കാര്യങ്ങളും കൊടുത്തു നല്ല മനോഹരമായി തീർത്തിരിക്കുന്ന ഈ വുഡൻ റാക്ക് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു അട്രാക്ഷൻ തന്നെയാണ്. ഇത് നമുക്ക് വരുന്ന 3 നമുക്ക് പർഗോള മോഡൽ വരുത്ത വിൻഡോ കാര്യങ്ങളാണ്. സ്പോട്ട് ലൈറ്റും കാര്യങ്ങളും കൊടുത്തുകൊണ്ട് നല്ല ഒരു അടിപൊളിയായിട്ടുള്ള ചെയ്തിട്ടുണ്ട്. വീട്ടിനകത്ത് നല്ല വെട്ടവും കാര്യങ്ങളൊക്കെ പകൽ സമയത്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഡിസൈൻ നമ്മൾ കൊടുത്തിട്ടുള്ളത്. നമുക്ക് നേരെ സ്റ്റെയർ കയറി മുകളിലോട്ട് പോകുമ്പോഴത്തേക്ക് ഫസ്റ്റ് ഫ്ലോറിലോട്ടാണ് പോകുന്നത്. അപ്പോൾ ഈ ഹാൻഡിൽസ് മുഴുവൻ നമുക്ക് തടിയുടെ വർക്കിൽ നമുക്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ സ്റ്റീലിലാണ് നമുക്ക് കംപ്ലീറ്റ് ആയി തീർത്തിട്ടുള്ളത്. സൈഡിലായിട്ട് തന്നെ സ്ട്രിപ്പ് ലൈറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് വരുന്നുണ്ട്. അത് ഇത്തിരി അട്രാക്റ്റീവായിട്ട് തോന്നുന്ന ഒന്ന് തന്നെയാണ്. നല്ല വീതിയുള്ള സ്റ്റെയർസാണ് നമുക്കിവിടെ വരുന്നത്. തൊട്ട് മുകളിൽ നമ്മൾ നേരത്തെ ഡബിൾ ഹൈറ്റിൽ വരുന്ന ഒരു ഡൈനിങ് ഏരിയയിൽ നിന്ന് കാണുന്ന ഫോൾ സീലിംഗ് കാര്യങ്ങളാണ് ഈ ഒരു ഭാഗത്ത് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നേരെ വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലാണ് എത്തിപ്പെട്ടിട്ടുള്ളത്. ഈ കാണുന്നതാണ് വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലത്തെ ഹോൾ എന്ന് പറയുമ്പോഴത്തേക്കും 16x12 നമുക്ക് ഡയമെൻഷൻ. കോർണറിൽ നമ്മൾ നോക്കുമ്പോഴത്തേക്കും ഈ ഒരു വ്യൂ ആണ് നമുക്ക് കിട്ടുന്നത്. ഈ കാണുന്ന സ്ഥലത്താണ് വാഷിംഗ് മെഷീൻ വയ്ക്കാനുള്ള സ്പേസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത്. ഫോൾ സീലിംഗ് വർക്കെല്ലാം വന്നിട്ടുണ്ട്. ഇവിടെ സ്ട്രിപ്പ് ലൈറ്റും സ്പോട്ട് ലൈറ്റുമാണ് ഡെക്കറേഷനായിട്ട് ചെയ്തിട്ടുള്ളത്. ഫസ്റ്റ് ഫ്ലോറിലത്തെ ആദ്യത്തെ ബെഡ്റൂമിലോട്ട് പോവാം. ഈ കാണുന്നതാണ് ഫസ്റ്റ് ഫ്ലോറിലത്തെ ആദ്യത്തെ ബെഡ്റൂം. 12x10 ഡയമെൻഷൻ വരുന്ന നല്ല മനോഹരമായിട്ടുള്ള റൂം ഈ ഒരു ഭാഗത്ത് വന്നിട്ടുണ്ട്. ഇവിടെ നമുക്കൊരു വാർഡ്രോബ്സും അതുപോലെ തന്നെ ഡ്രസ്സിങ് ഏരിയ നമുക്ക് ചെയ്താണ് കംപ്ലീറ്റ് ആക്കി തീർത്തിട്ടുള്ളത്. കജേരയുടെ നല്ല ക്വാളിറ്റി ടൈൽസ് തന്നെയാണ് ഫ്ലോറിംഗായിട്ട് ചെയ്തേക്കുന്നത്. ഇതാണ് നമുക്ക് ഡ്രസ്സിങ് ഏരിയ. ഫോൾ സീലിംഗ് വർക്കെല്ലാം ചെയ്തിട്ടുണ്ട്. സ്പോട്ട് ലൈറ്റും സ്ട്രിപ്പ് ലൈറ്റും ഡെക്കറേഷനായിട്ട് വന്നേക്കുന്നത്. ബാത്ത് അറ്റാച്ച് തന്നെയാണ് നമുക്ക് ഒരു ബെഡ്റൂം. അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ട് തന്നെയാണ് ബാത്റൂം എല്ലാം ചെയ്തിട്ടുള്ളത്. ക്വാളിറ്റി പ്രോഡക്ട്സ് ആണ് ബാത്റൂം ഫിറ്റിംഗ്സ് ആയിട്ട് വന്നേക്കുന്നത്. പിന്നെ വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലത്തെ രണ്ടാമത്തെ ബെഡ്റൂമാണ് ഈ കാണുന്നത്.
12x12 ഡയമെൻഷൻ വരുന്ന അടിപൊളിയായിട്ടുള്ള ഒരു റൂം തന്നെയാണ് ഇവിടെ വന്നിട്ടുള്ളത്. ഫ്ലോറിംഗിനായിട്ട് കജേരയുടെ നല്ല ക്വാളിറ്റി ടൈൽസ് തന്നെയാണ് യൂസ് ആക്കിയിരിക്കുന്നത്. വീട് മുഴുവൻ നമുക്ക് ഈ ഒരു പ്രീമിയം രീതിയിലുള്ള ടൈൽസ് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. നല്ലൊരു വ്യൂ ഈ ഒരു ഭാഗത്ത് നിന്ന് ഒരു കോർണറിൽ നിന്ന് കിട്ടുന്നുണ്ട്. ഇത് നമുക്ക് വാൾഡ്രോബ്സ് ഓൾറെഡി ഇവിടെ ഇൻബിൽഡ് ആണ്. ഫോൾ സീലിംഗ് വർക്കെല്ലാം ചെയ്ത് തന്നെയാണ് കംപ്ലീറ്റ് ആക്കിയിട്ടുള്ളത്. നമുക്ക് ഇതായത് സ്ട്രിപ്പ് ലൈറ്റ് സ്പോട്ട് ലൈറ്റാണ് ഡെക്കറേഷനായിട്ട് ചെയ്തേക്കുന്നത്. ബാത്ത് അറ്റാച്ച് തന്നെയാണ് ഈ ബെഡ്റൂം. സ്പേഷ്യസ് ആയിട്ട് തന്നെയാണ് ബാത്റൂം എല്ലാം ചെയ്തിരിക്കുന്നത്. ഗ്രിപ്പായിട്ടുള്ള ടൈൽസും കാര്യങ്ങളൊക്കെ ഫ്ലോറിംഗിലായിട്ട് ചെയ്തിട്ടുണ്ട്. ടൈൽസും കാര്യങ്ങളെല്ലാം നമുക്ക് ഈ ഒരു ഭാഗത്ത് കംപ്ലീറ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. ക്വാളിറ്റി പ്രോഡക്ട്സ് തന്നെയാണ് ബാത്റൂം ഫിറ്റിംഗ്സ് ആയിട്ട് യൂസ് ആക്കിയിരിക്കുന്നത്. ഹീറ്റർ പ്രൊവിഷൻസ് ഉൾപ്പെടെയാണ് ഈ ബാത്റൂം നമുക്ക് ചെയ്ത് കംപ്ലീറ്റ് ആക്കി തീർത്തിട്ടുള്ളത്. നമുക്ക് നേരെ വീടിൻ്റെ ബാൽക്കണിയിലോട്ട് പോവാം. ഈ കാണുന്നതാണ് വീടിൻ്റെ ബാൽക്കണി. 8x6 ഡയമെൻഷൻ വരുന്ന അടിപൊളിയായിട്ടുള്ള ഒരു ഓപ്പൺ ഏരിയ വിത്ത് വരുന്ന നല്ല മനോഹരമായിട്ടുള്ള ഒരു ബാൽക്കണിയാണ് നമുക്കിവിടെ വന്നിട്ടുള്ളത്. ഈ ഒരു സ്പേസൊക്കെ നമുക്ക് ഓപ്പൺ ആയിട്ടാണ് ചെയ്തേക്കുന്നത്. വൈകിട്ടൊക്കെ നമുക്ക് ഇരിക്കാനുള്ള കാര്യങ്ങളൊക്കെ നമുക്കിവിടെ ചെയ്യാൻ പറ്റും. തൊട്ട് മുകളിൽ ടെറസിലോട്ട് പോകാനുള്ള എൻട്രൻസും കാര്യങ്ങളൊക്കെ ഈ ഒരു ഭാഗത്താണ് വന്നിട്ടുള്ളത്. എലിവേഷനും കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു കോർണറിൽ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു സംഭവമാണ്. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് ഈ ഒരു ബാൽക്കണിയുടെ സെറ്റപ്പ് വരുന്നത്. നമുക്ക് തൊട്ട് മുകളിൽ നമുക്ക് ഫോൾ സീലിംഗ് വർക്കെല്ലാം ചെയ്തിട്ടുണ്ട്. നമുക്ക് സ്ട്രിപ്പ് ലൈറ്റും അതുപോലെ തന്നെ സ്പോട്ട് ലൈറ്റും ഡെക്കറേഷനായിട്ട് ചെയ്തേക്കുന്നത്. അപ്പോൾ ഈ 3.5 സെൻറ്റ് സ്ഥലത്ത് 1450 സ്ക്വയർ ഫീറ്റിൽ 3 ബെഡ്റൂം ഉൾപ്പെടെ പണി ചെയ്ത് തീർത്തിട്ടുള്ള നല്ല മനോഹരമായ ഈ ഒരു വീടിൻ്റെ ആസ്കിംഗ് പ്രൈസ് നമുക്ക് നെഗോഷ്യബിൾ ആണ്. അതുപോലെ തന്നെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു പ്രൈസ് റേഞ്ചും കൂടെ തന്നെയാണ് നമുക്ക് ഈ ഒരു വീടിന് ചോദിക്കുന്നത്. വെറും 58 ലക്ഷം രൂപയാണ് നമുക്ക് ഈ ഒരു വീടിന് ചോദിക്കുന്നത്. അത്യാവശ്യം എല്ലാ വർക്കും പ്രീമിയം രീതിയിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. നല്ല മനോഹരമായ ഒരു ഫെയർ പ്രൈസ് തന്നെയാണ് നമുക്കിവിടെ വന്നിട്ടുള്ളത്. 3.5 സെൻറ്റ് സ്ഥലത്ത് 1450 സ്ക്വയർ ഫീറ്റിൽ 3 ബെഡ്റൂം ഉൾപ്പെടെ പണിയെടുപ്പിച്ച നല്ല മനോഹരമായ വീടിൻ്റെ ആസ്കിംഗ് പ്രൈസാണ് ഇപ്പോൾ പറഞ്ഞത്. 58 ലക്ഷം, 58 ലാക്സ് ആണ്. അത് നമുക്ക് തികച്ചും നെഗോഷ്യബിൾ തന്നെയാണ്. അപ്പോൾ വീടിനെ കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് ഈ കാണുന്ന നമ്പറിലോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്ത നമ്പറിൽ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത്, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടാതെ തന്നെ ബെല്ലൈക്കണും കൂടെ എനേബിൾ ചെയ്യുക. വീട് പർച്ചേസ് ചെയ്യാനുള്ള ലോൺ ഫെസിലിറ്റീസ് എന്തെങ്കിലും ആവശ്യമാണെങ്കിൽ ഞങ്ങൾ തന്നെ സമീപിച്ചാൽ മതി. കസ്റ്റമേഴ്സ് ഞങ്ങൾ തന്നെ ലോണും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നതാണ്.